ചിലർ ഒരു 25% വർഗീയവും 25% രാഷ്ട്രീയവും ഒക്കെ കൂടെ കലർത്തി ഇതിനെ ഒന്ന് പൂർണ്ണമാക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. ഇതിനിടയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ചിലരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ BJP വളരെയധികം ആ കാര്യത്തിൽ മുന്നോട്ട് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യസന്ധരായിരിക്കണം. പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും, രാഷ്ട്രീയം വരാം, ജാതി വരാം, മതം വരാം, ഇതൊന്നും ഇന്ത്യയിൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ പോലും ഒരു കെട്ടവനാണെങ്കിൽ അവൻ വോട്ട് കൊടുക്കില്ല എന്നൊരു തിയറി ജനങ്ങൾ മനസ്സിൽ വെച്ചില്ലെങ്കിൽ നാളത്തെ കാര്യം വളരെ വിഷമം. ഒരു മഹിള വന്നിട്ട് പറയുകയാണ്, ആ പാർട്ടി നടത്തിയ പീഡനം തീവ്രത കൂടിയതും എൻ്റെ പാർട്ടി നടത്തിയ പീഡനം തീവ്രത കുറഞ്ഞതുമാണെന്ന് പറയുമ്പോൾ അതൊരു മഹിളയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിൽ വന്നിട്ട് ഒരു നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADMൻ്റെ മരണം, അതെ, ആ മരണത്തിന് അയാളുടെ വൈഫ് കോടതി പോകേണ്ട കാര്യമില്ല. കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ് അയാളുടെ മരണത്തിന് കാരണക്കാരനായവരെ ശിക്ഷിക്കുക എന്നുള്ളത്. അത് ആരായാലും X or Y, എൻ്റെ പാർട്ടിയോ നിൻ്റെ പാർട്ടിയോ എന്നുള്ളതല്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്, ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിഷയങ്ങൾ ഒരുപാട് ഉയർന്നു വന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ. അതിൻ്റെയൊക്കെ തന്നെ മെറിറ്റിലേക്ക് നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ചിന്തിക്കേണ്ട സമയമാണിത്. ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വന്നത്, നമ്മളെ സ്വാധീനിച്ചത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇവിടെ വിജയം ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ ആയിരിക്കണം ഓരോ സ്ഥാനാർത്ഥിയുടെയും യോഗ്യത, രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കേണ്ട അജണ്ട, ഏത് കാര്യത്തിലൊക്കെ ആയിരിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും പുനർവിചിന്തനം നടത്തേണ്ടത്, പരിശോധിക്കാൻ നമുക്ക് അക്കാര്യങ്ങൾ ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. തീർച്ചയായിട്ടും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുമോ ഭൂരിഭാഗം ജനങ്ങളും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക ഏത് വിഷയമായിരിക്കും? ഒട്ടേറെ വിഷയങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങയുടെ വിലയിരുത്തലിൽ ഏത് വിഷയമൊക്കെ ആയിരിക്കും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിയിട്ടുണ്ടാവുക? ഓരോ മുന്നണിയും ശ്രമിച്ചിട്ടുള്ളത് തങ്ങൾക്ക് ദോഷകരമായ വിഷയങ്ങൾ ഒന്നും തന്നെ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഒരു വിഭാഗം പറയുമ്പോൾ, ശബരിമലയും സ്വർണ്ണക്കൊള്ളയും പറഞ്ഞ് നിൽക്കുമ്പോൾ, മറുവിഭാഗം അതിനെ കവർ ചെയ്യാനായിട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള സെക്സ് സ്കാൻഡലും അറസ്റ്റും അല്ലെങ്കിൽ കേസും ഒക്കെ ആയിട്ട് അത് ഒഴിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പം ഒരു വിവാദത്തിനെ മറ്റൊരു വിവാദം കൊണ്ട് അടയ്ക്കാൻ നോക്കുന്നു. പിന്നീട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ വന്നാലും ചെയ്യുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇതിനകത്തൊന്നും പുതുമയില്ല, ഇത് ഖജനാവിലെ പണമെടുത്ത് ഈ ഇലക്ഷൻ സമയത്ത് ചെയ്യുന്ന ചില ഗിമിക്കുകൾ മാത്രമാണ്, ഇതൊക്കെ ആര് വന്നാലും ചെയ്യുന്നതാണ്, ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് പറഞ്ഞ് അവരത് അടയ്ക്കാൻ നോക്കുന്നു. അപ്പോൾ BJP വികസനം എന്ന ഒരു തട്ടിലാണ് നിൽക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ, നരേന്ദ്രമോദിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഈ വികസനം എത്തിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വിവിധ തലങ്ങളിൽ ജനങ്ങളെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജനത്തിൻ്റെ മനസ്സിനകത്ത് ഒരുപാട് പിക്ചറുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയും ഒരു ടു മെനി ഇംപ്രഷൻസ് വിൽ കിൽ ദ മെസ്സേജ് എന്ന് പറയും, അല്ലെങ്കിൽ മെയിൻ ഇംപ്രഷൻ എന്ന് പറയും. അതായത് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേതാണ് പടം, യഥാർത്ഥ പടം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരും. ഈ ചന്തയിൽ ഈ ചീഞ്ഞ മീൻ വിൽക്കുന്നവൻ ചെയ്യുന്നൊരു തന്ത്രമുണ്ട്. അതിനെ ഇങ്ങനെ കയ്യിലെടുത്ത് പിടയ്ക്കുന്ന മീൻ എന്ന് പറയും. എന്നിട്ട് ചെതുമ്പാക്കി നമ്മളെ പൊക്കി കാണിക്കും, ചെകിളയൊക്കെ പൊക്കി കാണിച്ചത് ആ ചുവന്നിരിക്കുന്നു, അതിനകത്ത് വല്ല വെള്ളം മഷിയൊക്കെ ഒഴിച്ചിട്ട് കാണിക്കും. അപ്പം അതുപോലെയാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ചില സ്ഥാനാർത്ഥികളെ, മോശമായ സ്ഥാനാർത്ഥികളാണെങ്കിൽ ആ വിധത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു, നല്ലതാണെങ്കിൽ യഥാർത്ഥത്തിൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യാനും ഉണ്ട്. ഇത്തവണത്തെ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. കാരണം BJP അത്തരത്തിലൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് IPS DGP റാങ്കിലുള്ളവർ റിട്ടയർ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ IPSകാർ, പിന്നെ നിരവധി മിലിറ്ററി ഓഫീസർമാർ, സിവിൽ സർവൻസ് തുടങ്ങി വിവിധ തലങ്ങളിൽ, സാംസ്കാരിക തലത്തിൽ, സാഹിത്യ തലത്തിലൊക്കെ സേവനം ചെയ്ത പലരെയും ഫീൽഡിൽ ഇറക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മറ്റ് പാർട്ടികളും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വളരെ നല്ല ചില കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവരാനായിട്ട് അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ മുൻ MLAമാർ ഉൾപ്പെടെയുള്ളവരെ ഗോദയിലിറക്കി അവരും കളം നിറയ്ക്കാനായിട്ട് അങ്ങനെ കുറേ നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് കുറേ പാഴുകളും വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പം അതിനെ കവർ ചെയ്യുന്ന ഇത് വെച്ചിട്ടാണ് എന്നുള്ളത് ജനത്തിൻ്റെ മുമ്പിലൊരു ഇഷ്യൂ ആണ്. ജനത്തിന് ഇത് പൂർണ്ണമായിട്ടും ഈ നല്ല മീനും
ചീത്ത മീനും എല്ലാം പിടയ്ക്കുന്ന മീനാണെന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ പ്രചരണം നടക്കുകയാണ്. സമർത്ഥൻ, ജനസേവകൻ, ജനനായകൻ, ഉത്തമ പ്രതിപുരുഷൻ, നന്മയുടെ ആൾമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇന്നലെ കടത്തിണ്ണയിലൊക്കെ ഇരുന്ന് ചൊറിയും കുത്തിയിരുന്നവരെയൊക്കെ നമ്മളിങ്ങനെ വലിയ ഒരു വികസനത്തിൻ്റെ നായകനായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന കഥകളൊക്കെ കണ്ട് ചിലർ അന്തം വിട്ടിരിക്കുകയാണ്. ഇയാളെക്കുറിച്ചാണോ ഇത് പറയുന്നതെന്ന് ചോദിക്കുന്നവരും ഉണ്ട്. പക്ഷേ എന്നാൽ അർഹമായ ഒരുപാട് വ്യക്തിത്വങ്ങൾ അങ്ങനെ വന്നിട്ടുമുണ്ട്. നിസ്വാർത്ഥ സേവനം കാഴ്ചവെച്ച ഒത്തിരി പേര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ചിലരും വന്നിട്ടുണ്ട്. അപ്പോൾ ജനത്തിൻ്റെ മുമ്പിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് ആരെ തിരഞ്ഞെടുക്കും? ജനം ഇന്ന് പലരും തീരുമാനിച്ചിട്ടില്ലായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഈ നമ്മളിപ്പോൾ നോക്കുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ പ്രാദേശിക വിഷയങ്ങളാണ് സാധാരണ കൂടുതൽ സ്വാധീനിക്കാറ് വോട്ടെടുപ്പിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഏതെങ്കിലും വിഷയം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങേക്ക്? ഈ പ്രാദേശിക വിഷയം, നമ്മുടെ നാട്ടിലെ റോഡ്, നമുക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ, ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും വിഷയം അവരെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നും അധികം പലരും കൊണ്ടുവരാതെ പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് വർഗീയത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുമ്പം നമ്മുടെ രാഷ്ട്രീയം കുറച്ച്, വർഗീയം കുറച്ച്, പിന്നെ കുറച്ച് സ്ഥാനാർത്ഥിയുടെ മികവ്, ഈ രീതിയിലാണ് ഇലക്ഷൻ പ്രചരണം പോകുന്നത്. ഓക്കെ, ഒരു 50% സ്ഥാനാർത്ഥികളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ചിലർ ഒരു 25% വർഗീയവും 25% രാഷ്ട്രീയവും ഒക്കെ കൂടെ കലർത്തി ഇതിനെ ഒന്ന് പൂർണ്ണമാക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. ഇതിനിടയ്ക്ക് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് ചിലരൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ BJP വളരെയധികം ആ കാര്യത്തിൽ മുന്നോട്ട് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മത്സരം കടുത്തതോടുകൂടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സംഭവം, അതായത് ത്രികോണ മത്സരം സ്ട്രോങ് ആയതോടുകൂടിയാണ് ആൾക്കാർ കുറേ കൂടി കൺഫ്യൂഷനിലായെന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് തോന്നി പ്രചാരണ രംഗത്ത് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അതുപോലെ തന്നെ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ഈ മത്സരം കടുക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു, അല്ലേ? അതെ, മത്സരം കടുത്തതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്ത ദുഷ്ചെയ്തികൾ, അതുപോലെ തന്നെ സർക്കാരുകൾ ചെയ്ത ദുഷ്ചെയ്തികളൊക്കെ ഇങ്ങനെ മൈക്കിലൂടെ ഇങ്ങനെ ദിവസവും ധാരധാരയായിട്ട് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ജനങ്ങളിങ്ങനെ ചെവിക്കകത്ത് എന്തൊക്കെയാണ് വന്ന് വീണിട്ടുള്ളതെന്ന് അറിയാതെ നിൽക്കുകയാണ്. പക്ഷേ പലർക്കും ഒരു ധാരണയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു ഇമേജ് എന്താണെന്നറിയാം, മാറ്റം കൊണ്ടുവരുന്ന പറയുന്നവരുടെ ഒരു ഇമേജ് എന്താണെന്നറിയാം, നിലവിൽ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്നവരുടെ ഇമേജ് എന്താണെന്നറിയാം. അപ്പോൾ ജനത്തിനൊരു ധാരണയുണ്ട് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം. അതിൽ കുറച്ച് രാഷ്ട്രീയം തന്നെയാണ്, കുറച്ച് മതവും ജാതിയും ഒക്കെ വന്ന് ഭവിച്ചിട്ടും ഉണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. വേറൊന്ന്, ഈ കുറേയേറെ പ്രവണതകൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സമയം തൊട്ട്, അല്ലെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്ന വേള മുതൽ നമുക്ക് ഒരു അൺപ്രസിഡൻറ്റഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, മുൻപൊന്നും കാണാത്ത രീതിയിലുള്ള കുറേയേറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വോട്ടർ പട്ടികയിൽ വിവാദമുണ്ടായി. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇടയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം പോലും സംശയത്തിലായി. അതിനുശേഷം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നു. അതെ. അപ്പോൾ അത്തരത്തിൽ പോലും എതിരാളിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി, അതുപോലെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രവണത ഇപ്പോഴും തുടരുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നും എത്ര 12-15 പേര് 14ഓളം പേർ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാണ് അറിയുന്നത്, ഗ്രാമസഭയിൽ നിന്നും. ഇതിനെ നമുക്ക് എങ്ങനെ കാണാം? ഇതിനെ വളരെ അപാകത ഉള്ള ഒരു പ്രവർത്തനമായിട്ടാണ് കാണേണ്ടത്. കാരണം ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 19 പ്രകാരം ഭരണഘടനയിൽ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ ശരിക്കും പറഞ്ഞാൽ നിഷേധിക്കലാണ് ഈ ഒറ്റയ്ക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത്. അതിന് നമ്മുടെ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പ്രൊവിഷനുണ്ട്. ആരും ഇല്ലെങ്കിൽ ഒരാളെ എടുക്കാനായിട്ട് അതിലെ സെക്ഷൻ 53 പ്രകാരം അനുവദിച്ചിട്ടുണ്ട്. അതിൽ സബ്സെക്ഷൻ 11 പ്രകാരം അത്തരത്തിൽ വരുന്ന ഒരാളിനെ ഇലക്റ്റഡായിട്ട് സ്വീകരിക്കാമെന്നുണ്ട്. പക്ഷേ ആ സ്വീകരിക്കുന്നതിനെ ശരിയല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ വാദം. അതായത് നമുക്ക് ഭരണഘടന തന്നിരിക്കുന്ന അവകാശമാണ് റൈറ്റ് ടു വോട്ട്. റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ചുമ്മാതെ പോയി വോട്ട് ചെയ്യല്ല, റൈറ്റ് ടു ചൂസാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ആളെ തിരഞ്ഞെടുക്കാൻ പറ്റണം. അതാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ അതിനൊരു കേസ് വന്നിട്ടുണ്ട്. വിധി എന്ന് പറഞ്ഞ ഒരു വിധി സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സംഘടന, ലീഗൽ പോളിസി, വിധി സെൻറ്റർ ലീഗൽ പോളിസി എന്നാണ് അവരുടെ ഫുൾ നെയിം. അവർ 2024 ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് വിധി എന്ന് പറഞ്ഞിട്ട്. ആ കേസിനകത്ത് പ്രധാനമായിട്ട് അവർ പറയുന്നത് അങ്ങനെ ഒരാളെ ചുമ്മാ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പാടില്ല.
അത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19-ൻ്റെ ലംഘനമാണ്. എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് അനഭിമതർ നമ്മുടെ ജനപ്രാതിനിധ്യ സഭകളിൽ കടന്നു വരാനുള്ള കാരണവും കൂടെ ആക്കും. അതുകൊണ്ട് നോട്ട എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ തന്നിരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്, വെറുതെ എതിരില്ലാതല്ല തിരഞ്ഞെടുക്കപ്പെടുന്നത്, നോട്ട അവിടെ ഉണ്ട്. അപ്പോൾ നോട്ടയെ വേണമോ അതോ നിങ്ങൾ വെച്ച ആളിനെ വേണമോ എന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവസരം വേണം. ഇതിന് ഡയറക്ഷൻ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. അതായത് ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഇപ്പോൾ വേറെ ആരും എതിരില്ല, എക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ. ആ എക്സ് എന്ന സ്ഥാനാർത്ഥിയും നോട്ടയും തമ്മിൽ മത്സരിക്കുകയും നോട്ടയ്ക്ക് ഇയാളേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ അയാളുടെ ഇലക്ഷൻ അസാധുവാകുകയും പിന്നീട് വീണ്ടും ഇലക്ഷൻ നടത്തി വീണ്ടും കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ചുകൊണ്ട് ഇലക്ഷൻ നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ് ഈ കേസ്. അത് 2024 ഫയൽ ചെയ്താണ്. ഇപ്പോഴും ഈ നവംബറിലും അതിൻ്റെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ പൂർണ്ണമായ വിധി വന്നിട്ടില്ല. പക്ഷേ അത് രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. കാരണം ഇത്തരത്തിലുള്ളത് ചെയ്യാൻ പാടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരാളിയെ നിർത്തി വേണമല്ലോ മത്സരിക്കാൻ. ഒരാൾ ഒറ്റയ്ക്ക് നിർത്തുന്നെങ്കിൽ അതിന് എന്തെങ്കിലും അപാകത ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നാളെ 540 മണ്ഡലത്തിലേക്കും പിന്നെ എതിരായിട്ട് മത്സരിക്കുന്നവനെയൊക്കെ തോക്ക് ചൂണ്ടി മാറ്റി നിർത്തിയിട്ട് 540 പേരും പിന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യൻ ജനാധിപത്യം അവിടെ പോയി നിൽക്കും. അതാണ് നമ്മുടെ പാർലമെൻറ്റിൽ നാളെ ഒരു കയ്യൂക്കുള്ള ഒരു ടീം ഈ രാഷ്ട്രത്തിലെ 540 കോൺസ്റ്റിറ്റ്യുവൻസിയിലും സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവിടെ എതിരായി മത്സരിക്കുന്ന മുഴുവൻ പേരെയും തോക്ക് ചൂണ്ടിക്കൊണ്ട് താൻ മത്സരിച്ച് പോകരുതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇലക്ഷനില്ല. 540 പേരും ആ ഇലക്ഷൻ്റെ ഡേറ്റിൻ്റെ അന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടാകുക. നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോൾ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇലക്ഷൻ പോലും വേണ്ട. ഓക്കെ. അപ്പോൾ അത് ഗുരുതരമായ ഒരു ഭവിഷ്യത്തിന് മാത്രമല്ല, ഈ 540 പേരും ജനങ്ങളുടെ ഹിതപ്രകാരമല്ലാതെ അവിടെ വരികയാണ്. ചിലപ്പോൾ ഇവരെല്ലാം ഗുണ്ടകളായിരിക്കാം, ചിലപ്പോൾ ഇവരെല്ലാം വീരപ്പൻ്റെ സന്തതികളായിരിക്കാം. അങ്ങനെയാണല്ലോ ഈ എതിരില്ലാതെ വരുന്നത്. കാരണം ഇന്ത്യയിൽ എതിരില്ലാതെ ഒരു ഇലക്ഷൻ നടക്കുക വളരെ അപൂർവമാണ്. കേരളത്തിൽ പോലും ഇവിടെ നമ്മൾ കണ്ടതാണ് 23,600 ചില്ലാനം സ്ഥാനത്തേക്ക് 1,64,000-ഓളം അപേക്ഷകൾ കിട്ടി. അതിൽ സ്ക്രൂട്ടിനി ചെയ്തപ്പോൾ പിന്നെ അത് 1,00,000 പിന്നെ ഇപ്പോഴും ഒരു 10,000-80,000 പേര് മത്സരിക്കുകയാണ് ഈ ഒരു 23,000-ഓളം ചില്ലുവാനും സീറ്റിലേക്ക്. അപ്പോൾ ഒരിക്കലും എതിരില്ലാതെ വരില്ല. എങ്ങനെയാണെങ്കിൽ അവിടെ ഭീഷണിയോ എന്തെങ്കിലും ഒരു ഇൻറ്റിമിനേഷനോ ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഭീഷണി അവിടെ പോയി നോമിനേഷൻ കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്, അതാണ് കൊടുക്കാത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കയ്യൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാം. ഇവിടെ 540 മണ്ഡലത്തിലും ഇങ്ങനെ ചെയ്താൽ തീർന്നില്ലേ? ഈവൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നു. അതെ. ഇത് കാണിക്കുന്നത് വലിയ ദോഷം. ഈ തെറ്റ് സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ തന്ത്രം മറ്റേ ആൾ ഇതെടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പം നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചു കണ്ണൂരിൽ നിന്ന് കളിക്കുന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചാലത്തെ അവസ്ഥ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇന്ത്യ മുഴുവൻ പേരുള്ള ചില പ്രസ്ഥാനങ്ങൾ അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ പറയരുത് ജനാധിപത്യം തകർന്നു, ഇവിടെ എല്ലാം വെട്ടിലായി എന്ന് പറയരുത്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട. എല്ലാ ജനാധിപത്യപരമായിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ജനതയുടെ പുരോഗതി, പിന്നെ റൂൾ ഓഫ് ലോ, നമ്മുടെ സമാധാനം എല്ലാം അപകടത്തിലാവും. ഭരണഘടന പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അപകടത്തിലാവും. അതായത് ഗുഡ് ഗവേണൻസ് ഇല്ലാതായിത്തീരും. ഓക്കെ. ഗുഡ് ഗവേണൻസിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ കേട്ടത് ഭരണഘടന നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു സർക്കാരിൻ്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളായാലും തദ്ദേശഭരണ സർക്കാരുകളായാലും അവരുടെ പ്രധാനപ്പെട്ട ജോലി ഭരണഘടന അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഭരണഘടനയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നടപ്പിലാക്കാനായിട്ട് വേണ്ട പോളിസികൾ കൊണ്ടുവരിക, നിയമ നടപടികൾ സ്വീകരിക്കുക, ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പലരെയും മാതൃകയായി നോക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ റിസൾട്ടുമായി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഴക്കമ്പലത്തിലേക്ക് നമ്മൾ അറിയാതെ നോക്കിപ്പോകും. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള റിപ്പോർട്ടുകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. അവർ പറയുന്നത് അരാഷ്ട്രീയവാദം, മുതലാളിത്തം ഇതൊക്കെയാണ് അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്, ഒരു കോർപ്പറേറ്റ് സംസ്കാരം അവിടെ സൃഷ്ടിക്കുകയാണ് എന്നാണ്. പക്ഷേ നമ്മളവിടെ നോക്കുമ്പോൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നു, റോഡുകൾ നല്ല വൃത്തിയുള്ള പൊട്ടിപ്പൊളിയാത്ത റോഡുകൾ അവിടെ ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നില്ല,
ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു നിയമം പാലിച്ചുകൊണ്ട്. അപ്പോഴും മിച്ചം പിടിക്കാൻ സാധിക്കുന്നുണ്ട് ബജറ്റ് തുകയെല്ലാം തന്നെ. യെസ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു രീതി അത് പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ സംയുക്തമായി ചേർന്ന് അതിനെയൊക്കെ നുള്ളിക്കളയാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും. എന്താണ് ആ ഒരു മാതൃകയെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? ആ മാതൃക ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് പോകരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് കൂട്ടായി തന്നെ അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകണം. തീരുമാനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ചെയ്യുന്നത് അരാജകത്വം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നല്ല എല്ലാ ജനാധിപത്യത്തിൻ്റെയും കാതൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതായത് ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ ഗുണങ്ങൾ നേരിട്ട് എത്തിക്കാൻ കഴിയുക. ഈ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാവിധ ക്ഷേമ പ്രവർത്തനങ്ങളും സുഖസൗകര്യങ്ങളും പിന്നെ സമ്പത്തും ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കേണ്ട വിധത്തിൽ സുതാര്യമായി പ്രവർത്തനം നടത്തുക. അപ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി, അതിൻ്റെ കണക്കൊക്കെ കൃത്യമായിരിക്കുക, അതിൻ്റെ ലാഭവിഹിതം ഉണ്ടാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുക. ആ ലാഭം എന്ന് പറയുന്നത് മാറ്റിവെച്ചുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുക. ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ്. ഉത്തരവാദിത്തമുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ ശ്രമിക്കണം. വോട്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നഗരസഭയെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമസഭയെ ഒരു ടീമിൻ്റെ കയ്യിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി ആവാം, ഏതാനും ചില വ്യക്തികൾ ചേർന്നാവാം, അവരുടെ കയ്യിലേക്ക് നമ്മൾ 5 വർഷത്തേക്ക് ദാനം ചെയ്യുകയാണ്. ഈ 5 വർഷം അവർക്ക് തോന്നുന്നത് എന്തും ചെയ്യാവുന്ന വിധത്തിലാണ്. നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്താൽ അത് 5 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കണമെങ്കിൽ അത് അതുപോലെ തിരിച്ചു തരണം എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതങ്ങനെയല്ല. ഈ രാജ്യം ഒരു പാർട്ടിക്ക് 5 വർഷത്തേക്ക് കൊടുത്താൽ, സംസ്ഥാനം ഒരു പാർട്ടിക്ക് കൊടുത്താൽ, നഗരസഭ ഒരു പാർട്ടിക്ക് കൊടുത്താൽ അവർക്ക് തോന്നുന്ന പോലെ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ജനങ്ങളാണ് പദ്ധതികൾ തയ്യാറാക്കേണ്ടത്. ഇപ്പം അവിടെ പ്രതിപക്ഷമില്ല, എല്ലാവരും ഭരണകക്ഷികളാണ്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയിലോ ഗ്രാമസഭയിലോ പഞ്ചായത്തിലോ ഒക്കെ വരുന്നവർ മുഴുവൻ തന്നെ അവർ ജനങ്ങളുടെ പ്രതിനിധികളാണ്. അവരെല്ലാവരും കൂടി ചേർന്നാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷമില്ല. ഇപ്പോൾ 101 പേരുള്ള തിരുവനന്തപുരം നഗരസഭയിൽ പിന്നെ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടി, അല്ലെങ്കിൽ CPMന് കൂടുതൽ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭരണകക്ഷി ആകുന്നില്ല, മറ്റുള്ളവർ പ്രതിപക്ഷവും ആകുന്നില്ല. ഈ 101 പേരും ചേർന്നാണ് ഈ സഭ ഭരിക്കേണ്ടത്, ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. പിന്നെ ഇവിടെ ഒരു പദ്ധതിയും അവർക്ക് നടപ്പിലാക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. ഈ ജനങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. ഓരോ ഗ്രാമസഭയും ചേർന്നാണ് ഓരോ പദ്ധതിയും ആവിഷ്കരിക്കേണ്ടത്. അവിടെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഗ്രാമസഭകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പലരും വളരെ നിസ്സാരമായി കാണാറുണ്ട്. അതല്ലെങ്കിൽ എന്തിന് നമ്മൾ വെറുതെ പോയി വല്ല നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ ആണെങ്കിൽ വോട്ട് ചെയ്താൽ പോരെ, എന്തിന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ പോയി വോട്ട് ചെയ്ത് അവിടെ പോയി നിന്ന് സമയം കളയുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും. അവരോട് എന്താ പറയുക? അവരോട് പറയാനുള്ളത്, ഇന്നലത്തെ MPയും MLAയും ഒക്കെ മാറിയിരിക്കുന്നു. ഇന്നത്തെ ഈ ത്രിതല പഞ്ചായത്ത് നിലവിൽ വന്നതോടുകൂടി ത്രിതല പഞ്ചായത്തിൻ്റെ വഴിയാണ് നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പ്രധാനമായിട്ടും മേജർ സംഗതികൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പ്രാദേശികമായി നടത്തേണ്ടത് ഇവരാണ്. ഈ ജനപ്രതിനിധികളെ നല്ല പ്രവർത്തകരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം നശിക്കാൻ ഇത് മതി. കാരണം ഇന്നലെ നിയമസഭ ചെയ്തിരുന്ന അല്ലെങ്കിൽ കേരള സർക്കാർ ചെയ്തിരുന്ന പല പദ്ധതികളും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരുന്ന പല പദ്ധതികളും ഇന്ന് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ്. അതെ. അപ്പോൾ ഇവരിലൂടെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഇവർ ഉത്തമരായ പ്രവർത്തകരായിരിക്കണം, ഉത്തമരായ ജനപ്രതിനിധികളായിരിക്കണം. ഈ 5 വർഷവും നിങ്ങളോടൊപ്പം നിൽക്കുന്ന എന്ന് വാചകം പറഞ്ഞാൽ പോരാ, നിങ്ങളോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം. ആ ഒരു ലക്ഷ്യം ഉള്ള അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ആളിനെ മാത്രമേ നമ്മൾ നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാവൂ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. അതെ, സത്യസന്ധരായിരിക്കണം. പക്ഷേ ഇതിനകത്ത് പല കാര്യങ്ങളും, രാഷ്ട്രീയം വരാം, ജാതി വരാം, മതം വരാം, ഇതൊന്നും ഇന്ത്യയിൽ ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിൽ പോലും ഒരു കെട്ടവനാണെങ്കിൽ അവൻ വോട്ട് കൊടുക്കില്ല എന്നൊരു തിയറി ജനങ്ങൾ മനസ്സിൽ വെച്ചില്ലെങ്കിൽ നാളത്തെ കാര്യം വളരെ വിഷമത്തിൽ. ഇപ്പം തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ പണ്ട് 14 അല്ലെങ്കിൽ 19 മന്ത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. 19 സ്റ്റേറ്റ് കാർ, കൊടിവെച്ച കാർ 19ആണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 23,600 ചില്ലുവാനം ജനപ്രതിനിധികൾ വരികയാണ് ത്രിതല പഞ്ചായത്തിൽ. ഇതിൽ 1200ഓളം വരുന്ന സഭകൾക്ക് ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ വണ്ടി.
ഇതിന് പുറമെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പല വണ്ടികൾ, ഏതാണ്ട് 10,000 വണ്ടികൾ, സ്റ്റേറ്റ് കാറുകൾ തന്നെ ഈ കേരളത്തിൽ ഇങ്ങനെ ഓടി നടക്കുക. പഞ്ചായത്തിൽ എന്നതുണ്ടെന്ന് തോന്നുന്നു. പഞ്ചായത്തിൽ പ്രസിഡന്റിനുണ്ട്, പ്രസിഡന്റുണ്ട്, വൈസ് പ്രസിഡന്റും എന്തായാലും കാണും. വൈസ് പ്രസിഡന്റ് ചിലപ്പോൾ സ്വന്തം കാറായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ എന്തെങ്കിലും പഞ്ചായത്തിന്റെ വണ്ടിയോ ഏതെങ്കിലും ഉപയോഗിച്ച് അവരത് നടത്താറുണ്ട്. മുനിസിപ്പൽ ചെയർമാനുണ്ട്. എന്തായാലും നമ്മൾ 19 മന്ത്രിമാര് കൊടിവെച്ച കാറിൽ പോയിരുന്നത് ഇന്ന് ചറവറ നമ്മുടെ സ്റ്റേറ്റ് മൊത്തം ഈ കൊടിവെച്ച കാറുകളാണ് നമ്മൾ കാണുന്നത്. എത്ര അധികം പണമാണ് ഇതിനു വേണ്ടി പോകുന്നത്. ഈ പണമെല്ലാം ചെലവഴിക്കുന്നത് നമുക്ക് ഗുണകരമാകുന്നതിന് അവർ ഓരോ നിമിഷവും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിന് താല്പര്യമുള്ളവരും അതിന് സത്യസന്ധമായി നിൽക്കുന്നവരും പിന്നെ ലളിത ജീവിതം നയിക്കാൻ കുറച്ച് താല്പര്യമുള്ളവരും അല്ലെങ്കിൽ അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെയുള്ള കഴിവുകൾ ഉള്ളയാളെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും 5 വർഷത്തേക്ക് നാം നമ്മുടെ ജീവിതം ദുസ്സഹമാക്കുന്നു എന്ന് വേണം കരുതാൻ. അതെ, തീർച്ചയായിട്ടും. ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി നിന്നിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സീറ്റ് ലഭിക്കുന്നതും വാർത്തയായിട്ടുണ്ട് ഇപ്പോൾ. അതെ, നമ്മുടെ പല കേസുകളും, വളരെ പ്രമാദമായിട്ടുള്ള പല കേസുകളും ഒക്കെ ഒതുക്കി തീർക്കുന്നതിന്, ഭരിക്കുന്നവർക്ക് അനുകൂലമാക്കി തീർക്കുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് തീർപ്പ് കൽപ്പിക്കുന്നതിലേക്കുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് റിട്ടയർമെൻറ്റിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനം കിട്ടുന്നു, അവർ മത്സരിക്കുന്നു എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ളൊരു രീതി ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിക്കണം. അതിന് ജനങ്ങൾ ഇത്തരക്കാരെ വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പാക്കണം. ഇവരെ ഇങ്ങനെയുള്ളവരെ നിർത്തിയാൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് ജനങ്ങൾ വോട്ടിലൂടെയാണ് തെളിയിക്കേണ്ടത്. അതാണ് എബ്രഹാം ലിങ്കൻ പറഞ്ഞത്, ബാലറ്റ് എന്ന് പറയുന്നത് ബുള്ളറ്റിനേക്കാൾ സ്ട്രോങ് ആണ്. നിങ്ങൾ നേരെ ഉപയോഗിച്ചാൽ, നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാലറ്റ് ബുള്ളറ്റായിട്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെ വരും. അതെ, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പലപ്പോഴും നമ്മൾ ബാലറ്റ് യൂസ് ചെയ്യുന്നത് വെറും പെരിഫറലായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, പിടയ്ക്കുന്ന മീൻ എന്ന് പറഞ്ഞ് ചീഞ്ഞ മീനിനെ നമുക്ക് തരുന്ന പോലെ നല്ല ഉത്തമനായ സ്ഥാനാർത്ഥി, നല്ല പ്രവർത്തകൻ, നല്ല വികസന നായകൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെവിക്കല്ല് പൊട്ടിച്ച് ഓടി നടക്കുന്ന പലരും അങ്ങനെ അല്ല എന്നുള്ളത് നിങ്ങൾ 24 മണിക്കൂറത്തെ മൗനം ദീക്ഷിക്കുന്ന സമയത്ത്, അതിനാണ് 24 മണിക്കൂർ മൗനം തന്നിരിക്കുന്നത്. ഈ ശബ്ദങ്ങളെല്ലാം അടച്ചുകൊണ്ട് നിങ്ങളിതിനെയെല്ലാം ആവാഹിച്ച് നിങ്ങളുടെ മനസ്സിൽ 24 മണിക്കൂർ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ആരുത്തമൻ എന്ന് ചിന്തിക്കാൻ. അവിടെ നിങ്ങൾ മറ്റൊന്നും നോക്കാതെ ഈ നാടിന് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നവനായിരിക്കണം എൻ്റെ ജനപ്രതിനിധി എന്നുള്ളത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ, വോട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള പക്ഷപാതങ്ങളില്ലാത്ത, അതിനകത്ത് സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. തൻ്റെ ആളിനെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് സ്ഥാനമാനങ്ങൾ കൊടുത്തിരുത്തുന്നത്, റിട്ടയർ ചെയ്തിട്ട് സ്ഥാനമാനങ്ങൾ കൊടുത്തിരുത്തുന്നത്, ഇതെല്ലാം സ്വജനപക്ഷപാതം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന മറ്റൊരു കാരണം. ഇപ്പം എതിരില്ലാതെ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ പോലെ ഒരു സാധനമാണ് സ്വജനപക്ഷപാതവും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുക. ഇപ്പോൾ സ്വർണ്ണ കൊള്ള നടന്നു ശബരിമലയിൽ, 3 ദേവസ്വം പ്രസിഡന്റുമാർക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഞാനല്ല, അത് വേറെ ആരുമാണ്. എൻ്റെ ഈ ഫയൽ വന്നിട്ടില്ല. ഇവരെന്തിനാണ് പ്രസിഡന്റ് ആയത്? അതുപോലെ തന്നെ അതിന്റെ വകുപ്പ് മന്ത്രി ഇരിക്കുന്നു. ആ മന്ത്രി എന്തിനാണ്? അപ്പൊ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന ആള് ജനാധിപത്യവാദി അല്ല. ഉത്തരവാദിത്തം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും അതിൽ ഞാൻ ബാധ്യത. അതുകൊണ്ടാണ് പണ്ട് റെയിൽവേ മന്ത്രി ഒരു ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ചത്, അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം. അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്സിൽ യാതൊരു വിലയും ഇല്ല. ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എത്രത്തോളം ഈ എത്തിക്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ. എത്തിക്സിന്റെ ശൂന്യതയല്ലേ കാണിക്കുന്നത്? ഒരു മഹിള വന്നിട്ട് പറയുകയാണ്, ആ പാർട്ടി നടത്തിയ പീഡനം തീവ്രത കൂടിയതും എൻ്റെ പാർട്ടി നടത്തിയ പീഡനം തീവ്രത കുറഞ്ഞതുമാണെന്ന് പറയുമ്പോൾ അതൊരു മഹിളയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിൽ വന്നില്ലേ? അതുപോലെ എൻ്റെ പാർട്ടിക്ക് കോടതിയുണ്ട്, അന്വേഷണ സംവിധാനമുണ്ട്, അത് നോക്കിക്കോളും, അവർ നോക്കിക്കോളും. ഇവിടെ വേറൊരു സംവിധാനമില്ല ഈ സർക്കാരിൻ്റെതല്ലാതെ. ഇപ്പൊ സുപ്രീം കോടതിയുടെ കീഴിലുള്ള കോടതി മാത്രമേ ഇവിടെ പാടുള്ളൂ. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ കീഴിലുള്ള പോലീസേ ഇവിടെ പോലീസുള്ളൂ. വേറൊരു പോലീസില്ല. വേറൊരു പോലീസിനെ നിങ്ങൾ വെക്കുന്നെങ്കിൽ അരാജകത്വം, അവിടെ ഡെമോക്രസി ഇല്ല. അപ്പൊ ഡെമോക്രസി എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയാത്തതാണ് ഈ കുഴപ്പം. ഡെമോക്രസിയിൽ ഇത്തരം കാര്യങ്ങൾ, അക്കൗണ്ടബിലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ രാജ്യത്ത് 5,000 ലക്ഷം കോടി കടമുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ
ആ ഭരിച്ചവർ മുഴുവൻ തയ്യാറാവണം. അത് തയ്യാറാവാത്തിടത്തോളം കാലം നമുക്ക് ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ സാറിനോടൊരു സംശയം ചോദിക്കട്ടെ. ജനങ്ങൾക്കിതിൽ ജനങ്ങൾക്കാണ് ഏറ്റവും പവർ ജനാധിപത്യത്തിൽ. പക്ഷേ കാലക്രമേണ ആ പവർ രാഷ്ട്രീയക്കാർ അപഹരിച്ചിട്ടില്ലേ? കാരണം ജനങ്ങളെ പുല്ല് വില കൽപ്പിച്ച് അവരെ ചവിട്ടി മെതിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒട്ടേറെ അരങ്ങേറുന്നുണ്ട്. തീർച്ചയായിട്ടും. അസംഘടിതനാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ വലിയ കരുത്തരില്ല എങ്കിൽ, പണമില്ലാത്തവനാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ അവകാശങ്ങൾക്ക് എന്ത് വില? ഒരു ഞാൻ വിലയുമില്ല. ധൈര്യത്തോടു കൂടി ചോദിക്കുകയാണ്. ഇത് പണ്ട് നമ്മുടെ പിന്നെ ജസ്റ്റിസ് കൃഷ്ണയ്യറാണ് കൃഷ്ണയ്യർ അദ്ദേഹം പറഞ്ഞത്, ഈ നിയമം എല്ലാവരെയും നോക്കി കുരയ്ക്കും, പക്ഷേ പാവങ്ങളെ മാത്രമേ കടിക്കുകയുള്ളൂ. വളരെ ശരിയാണ്. ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ സർക്കാരിൽ നടക്കുന്നത്. സർക്കാർ എല്ലാവരെയും നോക്കി കുരയ്ക്കും, പക്ഷേ കടിക്കുന്നത് പാവങ്ങളെ മാത്രമായിരിക്കും. പാവങ്ങൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, പണക്കാരൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടില്ല. അതുകൊണ്ടാണ് ഇവിടെ ജനാധിപത്യം ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADMന്റെ മരണം, അതെ, ആ മരണത്തിന് അയാളുടെ വൈഫ് കോടതി പോകേണ്ട കാര്യമില്ല. ഈ കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ് അയാളുടെ മരണത്തിന് കാരണക്കാരനായവരെ ശിക്ഷിക്കുക എന്നുള്ളത്. അത് ആരായാലും X or Y, എൻ്റെ പാർട്ടിയോ നിൻ്റെ പാർട്ടിയോ എന്നുള്ളതല്ല. നവീൻ ബാബു എന്ന് പറയുന്ന ഒരു ADMന്റെ മരണം സംഭവിച്ചത് ഏത് കാരണത്താലും ഏത് വ്യക്തി കൊണ്ടാണെങ്കിലും ആ വ്യക്തിയെ പൂട്ടുമ്പോൾ മാത്രമാണ് ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത്, നിയമവാഴ്ച നിലനിൽക്കുന്നത്, ലോ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത്. ഇത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം ഇല്ല എന്നുള്ള. പിന്നെ എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതാണ് നമ്മുടെ അടിസ്ഥാനം. എൻ്റെ സ്വത്തിനും എൻ്റെ ജീവനും നിങ്ങൾ സംരക്ഷണം നൽകണം. ഏത് സർക്കാർ? അത് തരാത്തിടത്തോളം കാലം അതാണ് പിന്നെ VS പണ്ട് പറഞ്ഞിരുന്നത്, നമ്മളുടെ ഭരണം ഇരിക്കുന്നിടത്തോളം കാലം ഒരാൾ കോടതിയെ സമീപിക്കാൻ പാടില്ല. കാരണം കോടതി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെല്ലാം കോടതിയാണ് സമീപിക്കുന്നത്. അതെ, ഇവിടുത്തെ VCമാരെ നിയമിക്കണമെങ്കിൽ കോടതിയിലേക്ക് പോവുകയാണ്. കോടതി പറഞ്ഞു ഗവർണറും പിന്നെ മുഖ്യമന്ത്രിയും കൂടെ ചേർന്ന് തീരുമാനമാകുന്നില്ല. അപ്പോൾ കോടതി പറയുകയാണ് ഇനി ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് തീരുമാനിക്കുമെന്ന്. ഇത് പട്ടാള ഭരണം പോലെയാണ്. ഇവിടെ പട്ടാള ഭരണം ഉണ്ടാകാത്തത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പകരം ഇപ്പോൾ കോടതികൾ അത് കൈകാര്യം ചെയ്യുകയാണ്. കോടതിക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നു ആ ഗതികേടിലേക്ക് പോകും. ഇപ്പം പിന്നെ ശബരിമല വിഷയം SITയെ കോടതി നേരിട്ട് പിടിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. അത് ജനങ്ങൾ കൈയടിക്കുന്ന സാഹചര്യം വരുന്നു. എന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് കോടതി അങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങൾ കൈയടിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സംവിധാനങ്ങളെക്കാൾ വിശ്വാസം പിന്നെ നീതിന്യായ കോടതിയാണെന്നുള്ളതല്ലേ? അതെ. സുപ്രീം കോടതി ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജനങ്ങൾ കൈയടിക്കുകയാണ്. എന്നാൽ പിന്നെ സുപ്രീം കോടതി ആയാലും വേണ്ടില്ല, ആരെങ്കിലും VC ആക്കട്ടെ എന്ന്. അപ്പം ഇങ്ങനെ പോയാൽ നമ്മുടെ ദൈനംദിന ഭരണം കോടതി കൊണ്ടെത്തിക്കുകയാണ്. പക്ഷെ കുഴപ്പമെന്നറിയാമോ? നമ്മളുടെ രീതിയിൽ നമുക്ക് ഭരണം നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നിയമത്തിൻ്റെ ഒരു സഹായം കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിലൂടെയും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലൂടെയാണ്. ഇതില്ലാതാവും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ വസ്തു ഒരാൾ കയ്യേറി, എനിക്കൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടാൽ ഉടൻ തന്നെ SI തൊപ്പിയെടുത്ത് വെച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കല്ല് കിടക്കുന്ന കേട്ടില്ലേടോ, ഇതല്ലേടോ സർവേ നമ്പർ, ഇതല്ലേ തൻ്റെ റീസർവേയുടെ ലൈൻ വരച്ചിരിക്കുന്നത്, അതിനപ്പുറത്ത് കൊണ്ടുവന്ന് താൻ കല്ലിടുക എന്ന് ഒരു SI പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇത് ഈ SI പക്ഷപാതപരമായിട്ട് ഒരാൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നു. ചിലപ്പം 1 വർഷം മുതൽ 5-6 വർഷം വരെ കടന്ന് ഇതിൻ്റെ പുറകെ കേസ് പറയേണ്ടി വരുന്നു. ലക്ഷങ്ങൾ എനിക്ക് ചിലവാക്കേണ്ടി വരുന്നു. അതാണ് VS പറഞ്ഞത്, കോടതിയിൽ പോകാൻ പാവങ്ങളെ അനുവദിക്കരുത്. കാരണം ലക്ഷങ്ങളാണ് അവർക്ക് ചിലവാക്കുന്നത്. അവൻ്റെ ജീവിതം ദുരിതമായ ഒറ്റ കാര്യത്തിന്. ഒരു SI വന്നിട്ട് തൊപ്പിയും വെച്ചിട്ട് മാറ്റി കല്ലിടറോ അല്ലെങ്കിൽ നേരെ ആ വരച്ചേക്കുന്ന ലൈനിൽ കല്ല് വെച്ചിട്ട് മതിൽ കെട്ടറോ എന്ന് പറയുന്നതിനുള്ള ചങ്കൂറ്റമുള്ള ഒരു SIയെ സൃഷ്ടിക്കാൻ ഈ ഇവിടുത്തെ നിയമ സംവിധാനത്തിന്, സംസ്ഥാനത്തിന് ബാധ്യതയുണ്ട്. കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയട്ടെ. അതായത് ഞങ്ങളുടെ നാട്ടിലൊരു DYSP ഉണ്ടായിരുന്നു, റിട്ടയറായ അദ്ദേഹം. ഇത്തരത്തിലുള്ള കേസുകൾ പരസ്പരം പറഞ്ഞ് പരിഹരിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പോയി. ഒട്ടേറെ കേസുകൾ അങ്ങനെ കോടതി കയറാതെ പോകുന്നു. വക്കീലന്മാർക്ക് ഫീസ് കിട്ടാതാവുന്നു. അവർ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും ഉണ്ടാവും. അല്ല, ആ പ്രതിഷേധത്തിന് സർക്കാർ അവഗണിക്കണം, കോടതികൾ അവഗണിക്കണം. ഇപ്പോൾ കോടതികൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് പല കേസുകളും സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കണമെന്ന്. അതിന് പിന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിക്കുകയാണ് SIയുടെ ലെവലിൽ കേസുകൾ തീർപ്പാക്കണം. കാരണം ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കേസുകൾ വരുന്നേ, ഈ കോടതികൾക്കൊന്നും പരിഹരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികൾ, ഒരാൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുമ്പോൾ അയാൾക്ക് 2 ദിവസം ചികിത്സ കിട്ടാതെ അയാൾ ഹൃദയം പൊട്ടി മരിക്കുകയാണ്. അതെ,
ഈ സാഹചര്യം ഉണ്ടാക്കിയാൽ പിന്നെ ഇവിടെ നിയമവ്യവസ്ഥ ഇല്ല, കെയോസാണ്, അല്ലെങ്കിൽ സിസ്റ്റം ഫെയിലിയറാണ്. സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് അവരിതെല്ലാം സുതാര്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള സാഹചര്യം അവർക്കില്ലെന്നാണ്. അതിലില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. ഒരാൾ ആശുപത്രിയിൽ കിടന്ന് മരിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരിക്കണം, ആരോഗ്യമന്ത്രി രാജിവെച്ചിരിക്കണം. ഒരാൾ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് മരിച്ചാൽ ആഭ്യന്തരമന്ത്രി രാജിവെച്ചിരിക്കണം. ഇതാണ് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാതൽ, ഉത്തരവാദിത്തം. അതെ 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 ആ കാര്യത്തിൽ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാം നമുക്ക്. ഒരാൾ ചികിത്സ കിട്ടാതെ ആശുപത്രിയിൽ കിടന്ന് മരിച്ചാൽ, ഒരാൾ മർദ്ദനമേറ്റ് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് മരിച്ചാൽ, അതെ, ഇങ്ങനെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിയായത് ആ മന്ത്രിയാണ്, കൺസേൺഡ് മന്ത്രി. അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയാൽ ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതിൻ്റെ ഞാൻ ആ ഫയൽ കണ്ടിട്ടില്ല, ഞാൻ അവിടുത്തെ ഉത്സവം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഈ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്തവർ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്നവരാണെന്നുള്ളതാണ് അർത്ഥം. അത്തരത്തിലുള്ളവരെ നമ്മൾ ഇനിയും തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ നവീൻ ബാബുവിൻ്റെ വോട്ട് ഉള്ള അവസ്ഥയിലെത്തും. ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് തന്നെ ഒരു പിന്നെ പ്രഷർ കൊണ്ടാണ്. അതെ, അങ്ങനെ മരിച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള ദുരൂഹത ഇപ്പോഴും കുടുംബം പറയുന്നത്. ആ കുടുംബത്തിന് സ്വമേധയാ കേസെടുക്കേണ്ടി വരുന്നു, സുപ്രീം കോടതി വരെ പോകേണ്ടി വരുന്നു. അവരുടെ വസ്തു വിറ്റായിരിക്കും അവർ പോയിട്ടുള്ളത്. മനസ്സിലായില്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. അതെ, അപ്പോൾ അത് പോലുള്ള കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഈ സംസ്ഥാനമാണ്, ഈ സംസ്ഥാനത്തെ സർക്കാരാണ്, കേന്ദ്രത്തിലുള്ള സർക്കാരാണ്. അപ്പോൾ അതിനുള്ള പിന്നെ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. അല്ലാത്ത ജനപ്രതിനിധികളെ നമ്മൾ നോട്ടപ്പുള്ളികളായി കണ്ട് മാറ്റി നിർത്താനായിട്ട് ജനത്തിന് എപ്പോൾ ബോധ്യം വരുന്നു അന്നേ എബ്രഹാം ലിങ്കൻ പറഞ്ഞ ബാലറ്റ് ബുള്ളറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് ബാക്ക്ഫയർ ചെയ്യുന്ന, വിവരമില്ലാതെ നീ വോട്ട് ചെയ്താൽ ബാലറ്റ് നിനക്കെതിരെ വരുന്ന ബുള്ളറ്റ് ആവും. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വരുന്നു, പോലീസ് സ്റ്റേഷനിൽ ഇടികൊണ്ട് മരിക്കേണ്ടി വരുന്നു, ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ കിടന്ന് മരിക്കേണ്ടി വരുന്നു, റോഡിൽ കുഴി ഉണ്ടാകുന്നു അവിടെ കിടന്ന് മരിക്കേണ്ടി വരുന്നു. ഇങ്ങനെ നമ്മൾ എവിടെ നോക്കിയാലും സിസ്റ്റം ഫെയിലിയർ വന്ന് ശബരിമലയിൽ നാം ദൈവത്തിന് കൊടുത്ത സ്വർണം വല്ലവനും കട്ടുകൊണ്ട് പോയി, എന്നിട്ട് അവിടെ നമുക്ക് പരിതപിക്കേണ്ടി വരുന്നു. അവിടെ നമ്മൾ വിർച്വൽ ക്യൂ ഉണ്ടെന്ന് പറയുകയും ചെല്ലുമ്പോൾ ക്യൂ ഇല്ലാതിരിക്കുകയും നമ്മൾ തിക്കി തിരക്കി അതിനകത്ത് കിടന്ന് മരിക്കാൻ ഇടവരികയും ചെയ്യുന്നു. ഇങ്ങനെ മരണമായിരിക്കും നമുക്ക് ഫലം. അപ്പോൾ എബ്രഹാം ലിങ്കൻ അതാണ് പറഞ്ഞത്, ബാലറ്റ് നിങ്ങൾ ബുള്ളറ്റായി കാണണം. എങ്കിൽ എതിരാളിക്ക് നേരെയാണ് നിങ്ങൾ ഈ ബാലറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജനാധിപത്യത്തെ തകർക്കുന്നവർക്കെതിരെയാണ് നിങ്ങൾ ബാലറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബുള്ളറ്റായി അവന് കൊള്ളും. നിങ്ങൾ അവൻ്റെ ദാസനായി നിന്നുകൊണ്ട്, അടിമയായി നിന്നുകൊണ്ട് വിഡ്ഢിത്തത്തിലൂടെ ഒരു ബാഡ് വോട്ടറായിട്ട് മാറിയാൽ ആ ബാലറ്റ് നിങ്ങളുടെ നെഞ്ചിൽ തിരിച്ച് കൊള്ളും. ആ ഒരു ഗതികേടിൽ നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് എല്ലാ വോട്ടറും ചിന്തിച്ച് വേണം 24 മണിക്കൂറത്തെ ഈ നിമിഷം ശാന്തമായി ഇരുന്ന് ചിന്തിച്ച് നമ്മൾ വോട്ട് ചെയ്യാൻ പോകേണ്ടത് എന്നാണ് എനിക്ക് അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തായാലും ഒരു വാക്യം എബ്രഹാം ലിങ്കൻ പറഞ്ഞ കാര്യം വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിന് നന്ദി. കാരണം ബാലറ്റ് ബുള്ളറ്റിനേക്കാൾ സ്ട്രോങ് ആണ് എന്നുള്ളത്, പ്രഹരശേഷിയുള്ളതാണ് എന്നുള്ളത്. അതെ, നമ്മുടെ നാടിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതാണ് നിങ്ങളുടെ വോട്ട്, ഓരോരുത്തരുടെയും വോട്ട്. അത് ചിന്തിച്ച് രേഖപ്പെടുത്തുക. ആർക്കാണ് നാടിനെ നേരാവണ്ണം സത്യസന്ധമായി മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. അവിടെ ഏറ്റവും ശരിയായ തീരുമാനത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ചിന്താശേഷി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്താം. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ യോഗ്യത പരിപൂർണമായും വിലയിരുത്തി വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് ഇന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒട്ടേറെ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം ഉയർന്നു വന്നു, അത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം സംശയമുണ്ട് ഇപ്പോഴും. കഴിഞ്ഞ കുറേയേറെ തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പറഞ്ഞൊരു കാര്യമാണ്, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം കാര്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത് സംശയം തന്നെയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയും പുകമറ സൃഷ്ടിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ദൗർഭാഗ്യകരമാണ്. ഇനിയെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആര് കാണും പരിഹാരം? ജനം. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്.
ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമസ്കാരം.